കോഴിക്കോട് രൂപതയിലെ മാനന്തവാടി പിലാക്കാവ് സെന്റ് ജോസഫ് ഇടവകയിലെ വിശുദ്ധ അന്തോണീസിന്റെ രൂപം തകർത്ത നിലയിൽ കണ്ടെത്തി. പിലാക്കാവ് ടൗണിലുള്ള വിശുദ്ധ അന്തോണീസിന്റെ കപ്പേളയിലെ രൂപമാണ് സാമൂഹിക വിരുദ്ധർ തകർത്തത്. മതപരമായി നല്ല സൗഹൃദത്തിൽ പോകുന്ന ഒരു സമൂഹമാണ് പിലാക്കാവിലേതെന്നും അതിന് തുരങ്കം വയ്ക്കാൻ സാമൂഹിക വിരുദ്ധർ നടത്തിയ ഹീനമായ പ്രവൃത്തിയാണിതെന്നും അതിൽ സമീപവാസികളെല്ലാം ആകുലരാണെന്നും ഇടവക വികാരി ഫാദർ അനീഷ് വ്യക്തമാക്കി. ജൂലൈ 10-ാം തീയതി തിങ്കളാഴ്ച വെളുപ്പിനെയാണ് ചില്ലുകൂടും രൂപവും തകർത്ത നിലയിൽ ശ്രദ്ധയിൽപ്പെട്ടതെന്നും ഉടനെ പോലീസിൽ അറിയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇടവക സമൂഹത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസും ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. ഫോറൻസിക്, ഡോഗ് സ്ക്വാഡ് വിഭാഗങ്ങൾ തിരച്ചിൽ നടത്തിയെങ്കിലും കാര്യമായ രേഖകൾ നേടാനായില്ല. അല്പം ദൂരെ നിന്ന് നീളമുള്ള എന്തോ ഉപയോഗിച്ച് അടിച്ചാണ് രൂപക്കൂടും വിശുദ്ധന്റെ രൂപവും തകർത്തിരിക്കുന്നതെന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. സമാന രീതിയിൽ മാസങ്ങൾക്ക് മുമ്പാണ് മാനന്തവാടി ടൗൺ അമലോത്ഭവമാതാ ദേവാലയത്തിന്റെ സെമിത്തേരിയിലെ കല്ലറകൾ തകർക്കപ്പെട്ടത്. സമൂഹത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്ന സാമൂഹിക വിരുദ്ധരുടെ ദുഷ്ടലാക്കാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിലൂടെ വ്യക്തമാക്കുന്നതെന്നും ഇത് തടയാൻ സർക്കാരും നിയമവ്യവസ്ഥകളും കുറെ കൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നും ഫാദർ അനീഷ് പറഞ്ഞു.